കിടങ്ങൂർ PKV ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ജനകീയ സംഗമം നടന്നു. ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി പരിപാടി സംഘടിപ്പിച്ചത്. മീനച്ചിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എന്നുള്ളത് ഏറെ പ്രത്യേകത ഉള്ളത് തന്നെയാണ്. നമ്മൾ ആദ്യത്തെ വിഷയം ഈ ലഹരിവിരുദ്ധ ജനകീയ പരിപാടിയുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം, എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മുടെ കുട്ടികളും ഇവിടെ ഞാൻ നോക്കുകയാണ്, ആങ്കർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ബാലവേദിയുടെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെയാണ്. തീർത്തും നമ്മൾ ക്രിയേറ്റീവായിട്ട് നമ്മുടെ കുട്ടികളിൽ ഒത്തിരിയേറെ ഊർജമുണ്ട്. നമുക്കറിയാം, ഈ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ യുവതയ്ക്ക് നമ്മുടെ ഉള്ളിലുള്ള ഊർജത്തെ അത് എത്രമാത്രം നന്നായി വിനിയോഗിക്കുന്നുവോ അങ്ങനെയാണ് അവരുടെ വ്യക്തിത്വ വികസനവും ബൗദ്ധികവും. അതോടൊപ്പം തന്നെ ഇപ്പോൾ വ്യാസൻ ചേട്ടൻ ഒരുപക്ഷെ ആധ്യാത്മിക തലത്തിൽ നിന്നും കൂടെ സംസാരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ സാൻമാർഗികവും അതോടൊപ്പം തന്നെ ആധ്യാത്മികവും ബൗദ്ധികവും വൈജ്ഞാനികവും ഒക്കെ ഉള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുമ്പോൾ തന്നെയാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയും നമുക്കറിയാം. കോത്താരി കമ്മീഷനും സ്വാമി വിവേകാനന്ദനും ഒക്കെ വിദ്യാഭ്യാസത്തെ കുറിച്ച് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ പഠനത്തോടൊപ്പം കൂടുതൽ പാഠ്യേതര വിഷയങ്ങളിലേക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരുടെ ആ എനർജി മറ്റുള്ള അതൊരു പക്ഷേ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾക്ക് കൊണ്ടുപോകാം. സർക്കാർ തന്നെ ഇപ്പോൾ പറയുന്നു, ഓരോ പഞ്ചായത്തുകളും കളിക്കളങ്ങൾ രൂപീകരിക്കണം, കുട്ടികളെ കളിക്കുവാൻ വേണ്ടി വിടണമെന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അവർ ഓടുമ്പോഴും ചാടുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ ബോൾ കളിക്കാൻ പോകുമ്പോഴും ഫുട്ബോൾ ടൂർണമെന്റുകളിലൊക്കെ പങ്കെടുക്കുമ്പോഴും ഒക്കെ അവർക്ക് കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഡോപ്പമിന്റെ ഒരളവ്, അതാണ് ഒരു പരിധിവരെ അത് കിട്ടുന്ന ഒരു വ്യത്യസ്തത. അല്ലെങ്കിൽ ആ ഒരു ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം എന്ന് പറയുന്നത് ഒരു കുട്ടി ചാടുമ്പോഴും ഓടുമ്പോഴും ഡാൻസ് കളിക്കുമ്പോഴും, അതായത് എനർജറ്റിക്കായി എന്ത് ചെയ്താലും അവർ ലഭിക്കുന്ന ആ ഒരു വ്യത്യാസമാണ്. അല്ലെങ്കിൽ ആ ഒരു സംഗമത്തിൽ മെൽബി ജേക്കബ് അധ്യക്ഷയായിരുന്നു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി CK ഉണ്ണികൃഷ്ണൻ വിഷയാവതരണം നടത്തി. സംസ്കൃതി പ്രഭാഷകൻ PK വ്യാസൻ അമനകര ലഹരിവിരുദ്ധ സെമിനാറിന് നേതൃത്വം നൽകി. സംഗമത്തോടനുബന്ധിച്ച് ഷീലാറാണി കിടങ്ങൂർ രചിച്ച പൂജാപുഷ്പങ്ങൾ എന്ന കവിതാ സമാഹാരം PK വ്യാസൻ പ്രകാശനം ചെയ്തു. രാധാകൃഷ്ണക്കുറുപ്പ് പുസ്തകം പരിചയപ്പെടുത്തി. പഞ്ചായത്ത് അംഗങ്ങളായ കുഞ്ഞുമോൾ ടോമി, PG സുരേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കിടങ്ങൂർ LLM കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഒരുക്കിയ റീഡിംഗ് തിയേറ്റർ സ്കിറ്റും അവതരിപ്പിച്ചു. ലൈബ്രറി രക്ഷാധികാരി N ഗോപാലകൃഷ്ണൻ നായർ സ്വാഗതവും ജയചന്ദ്രൻ വൈക്കത്തുശ്ശേരിയിൽ കൃതജ്ഞതയും പറഞ്ഞു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി റോയ് ഫ്രാൻസിസ് സ്നേഹസാന്ത്വന സന്ദേശം നൽകി. i4 ന്യൂസ്, ഏറ്റുമാനൂർ.